അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ മസ്ജിദ് നബവിയിലാണ്. 2-3 ദിവസം ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടാവും. റൗദയിലൊക്കെ ഒന്ന് കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. റസൂലിനോട് സലാം പറയണം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പള്ളീന്റെ പുറത്താണുള്ളത്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു മ്യൂസിയം ഇവിടെ. അപ്പൊ അവിടേക്ക് എങ്ങനെ പോവാന്ന് നോക്കാം. വളരെ അടുത്ത് തന്നെയാണ്. ടിക്കറ്റും അതുപോലെ ചെക്കിങ്ങും മുൻകൂട്ടി ബുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് അവിടെ അതിനുള്ളിൽ മ്യൂസിയത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, വളരെ എളുപ്പമാണ് ഇത് കാണാൻ. നിങ്ങൾ താമസിക്കുന്നതൊക്കെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ പച്ച കുപ്പേരെ വലത്തേ ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ 369 ഗേറ്റ്. 369ന്റെ 368ന്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഒരുപാട് ബാത്റൂം ഉണ്ട്. അപ്പൊ ഈ ഒരു നമ്പർ നിങ്ങൾ നോക്കുക. 368ന്റെയും 369ന്റെയും ഇടയിലുള്ള ബാത്റൂം ഇതാണ് ബാത്റൂം. 2 എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് ഇങ്ങനെ കാണാം കേട്ടോ, ഒരു മഞ്ഞ കളറിൽ. അപ്പോൾ ആ ബോർഡ് ഉള്ള ബാത്റൂമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇത് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് വഴിയും പോവാം, അപ്പുറത്ത് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് വഴി പോവുകയാണെങ്കിൽ P2 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു എൻട്രൻസ് കാണാൻ പറ്റും. സ്റ്റെപ്പ് വഴി ഇറങ്ങുകയാണെങ്കിൽ 2 ഫ്ലോർ താഴോട്ട് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങി നേരെ ചെല്ലുന്നത് ആ ഒരു എൻട്രൻസിന്റെ അവിടേക്കാണ്. ഇനി ഇവിടുത്തെ സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ഇനി അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ A2 A1, ഇത് വലത്തെ ഭാഗത്തുള്ള A1, ലെഫ്റ്റ് സൈഡിലുള്ള A2, 2 കൂടെ വരികയാണെന്നുണ്ടെങ്കിലും 2ന്റെ ഇടയിലാണ് ഈ ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് നേരെ ചെല്ലുക. അവിടെ മ്യൂസിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യാതൊരുവിധ ഫീസും ഇല്ല, ഒരു തടസ്സങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. പിന്നെ വലത്തെ ഭാഗത്താണ് ഈ റൂമുള്ളത്. 2 റൂമിലായിട്ട് സാധനങ്ങൾ വെച്ചിട്ടുള്ളത് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് റയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ്. 2 റൂമിലുണ്ട്. ഈ റൂമിലുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്യാം. ഒരുപാട് ഖുർആനുകളുണ്ട് കേട്ടോ. അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള പല തരത്തിലുള്ള പല ഡിസൈനുകളിലുള്ള പല എന്താ പറയുക, നമ്മൾ പ്രിന്റഡ് അല്ലല്ലോ, ഇത് എഴുതിയിട്ടുണ്ട്. അതായത് മഷി കൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഖുർആനുകളാണ്. അപ്പം ഒരുപാട് തരത്തിലുള്ള മനോഹരമായിട്ട്, കാഴ്ചയിൽ തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള പല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുള്ള പലതരത്തിലുള്ള ഖുർആനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണുമ്പോൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരുപാട് റയർ പീസുകളാണ് ഇതൊക്കെ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഖുർആനുകൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ റയർ പീസുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഖുർആനൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വലിയ ഖുർആൻ അതാണ് കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുള്ള ആ ഒരു ഖുർആനാണ്. പക്ഷെ ഇതൊക്കെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ നോക്കുങ്ങൾ. അപ്പോൾ ഖുർആൻ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇനി ഖുർആൻ അന്നത്തെ കാലങ്ങളിൽ എഴുതാനൊക്കെ ഉപയോഗിച്ചിരുന്ന മഷി നിറച്ചിരുന്ന ബോട്ടിലുകൾ, പിന്നെ അങ്ങനത്തെ പേന, അങ്ങനത്തെ പല സാധനങ്ങളും നമുക്ക് പറയാൻ വെച്ചാൽ ഭയങ്കര പഴക്കം ചെന്നിട്ടുള്ള സാധനങ്ങൾ തന്നെ പറയാം. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പണ്ട് കാലങ്ങളിൽ ഖുർആൻ ആയത്തുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ള കല്ലുകൾ, പാറക്കല്ല്, അങ്ങനെ കല്ലിന്റെ മുകളിൽ വടികള്, എല്ലുകള്, മരത്തിന്റെ കഷ്ണങ്ങൾ ഇതിന് മുകളിലൊക്കെ എഴുതി വെച്ചെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഇവിടെ കാണാന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. കാരണം ഇത് നോക്കുക നിങ്ങൾ, ഇത് മരത്തിന്റെ ഇതിന് മുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഖുർആൻ ആയത്തുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഒട്ടകത്തിന്റെ വാരിയലിന്റെ മുകളിൽ, പിന്നെ അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ള വലിയ എല്ലുകളുടെ മുകളിലൊക്കെ ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഇത് വാരിയലിന് മുകളിൽ എഴുതി വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് എല്ലുകളുടെ മുകളിൽ എഴുതി വെച്ചതുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റും. പിന്നെ പേപ്പറുകളിൽ എഴുതി വെച്ചതും അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റെയർ ആയിട്ടുള്ള കാഴ്ചകളാണെന്നുള്ളതാണ്. നമുക്ക് പലർക്കും ഈ ഒരു സ്ഥലം അറിയില്ല. ഇത് നമ്മൾ മസ്ജിദ് നബവിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള പരിസരങ്ങളിൽ പോയി കാണുന്ന ഏരിയയിൽ സിയാറത്ത് ചെയ്തു വരിക എന്നല്ലാതെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ വളരെ അപൂർവമായിട്ട് നമ്മൾ കണ്ടെത്താൻ പറ്റാറുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ളൊരു സ്ഥലമാണിത്. പലർക്കും ഇത് അറിയില്ല. അപ്പം നിങ്ങൾ എന്തായാലും പള്ളിയിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ കാണുക. നിങ്ങൾക്ക് അതിനൊക്കെ സമയം ഉണ്ടാവുമല്ലോ. ഇനിയും കുറെ കാര്യങ്ങൾ ഇതിൽ കാണാനുണ്ട്. ഞാൻ എല്ലാം ഇതിൽ കൊള്ളിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ സമയം പോലൊക്കെ വന്ന് കാണുക. എന്തായാലും മദീനത്തിലുള്ള ആൾക്കാരും ഉംറയ്ക്ക് വേണ്ടി വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് അയച്ചു കൊടുക്കുക. അപ്പൊ നമ്മളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളിലേക്ക് എത്തും ഇൻഷാ അല്ലാ. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവരുടെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കട്ടെ. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാ അവിടെ എത്താൻ പറ്റട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.